ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വീഡിയോ ആക്കിയേക്കാതെ നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാൽ അതിനുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ കറി വെക്കാൻ പോയെന്ന് അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ വീഡിയോ എടുത്തേക്കാന്ന്. അപ്പം നമ്മൾ ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്, അതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4 കീറിയിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടണം. അപ്പം നമ്മൾ സവോള ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് അരിഞ്ഞിടുകയാണ് കേട്ടോ. ഒരെണ്ണം ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതും കൂടെ ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു സവോള നമ്മൾ അത് കുഴപ്പമില്ല, നമുക്ക് നീളത്തിൽ അരിഞ്ഞിൻ്റെ അകത്ത് ഇടാം കേട്ടോ. ഒരു സവോള ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പ് നമ്മൾ ഉപ്പ് കല്ല് വെള്ളം ഇതാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് കല്ലിടാം കേട്ടോ. ആവശ്യത്തിന് ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ കല്ലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇടുന്നുണ്ടേ. മതി, ബാക്കി നമുക്കിനി കറിയിൽ ഇടാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആ മിക്സ് ചെയ്യുന്ന ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് ചേർക്കണം. അതുകൂടെ കൊണ്ടുവരട്ടെ. ഇല്ല, നേരം അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം. അതിൻ്റെ കൂടെയാണ് നമ്മൾ മീറ്റ് മസാലയും കൂടി ഇതിലിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് മൂടിയൊക്കെ ഇതിൽ പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് കേട്ടോ. വേറെ വെച്ചേക്കണം. കുറച്ച് ഇതിൽ നമുക്കിടാം കേട്ടോ. നമ്മൾ മീറ്റ് മസാല ഇട്ട് അപ്പം നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിത് കുക്കറിലോട്ട് ഇടാം കേട്ടോ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിന് കുറേ വേവുള്ളതല്ലേ ബീഫ്. അപ്പം നമുക്ക് കുക്കറിൽ ഒരു കുറച്ച് ഏറെ ഫിസിലടിച്ചിട്ട് വേണം ഇതിനെ എടുക്കാൻ. നല്ലപോലെ വേവണം. ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടോ. മതി. കുറച്ച് കറിവേപ്പില മുകളിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ വെളിച്ചെണ്ണ എല്ലായിടത്തും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. കഴുകി വെള്ളം ഒഴിക്കട്ടെ ഇതിലേക്ക്. മതി, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഫിസിലും വെച്ചു. ഇത്തരം ഓരോരോ കാര്യങ്ങളാണ്. ഗ്യാസ് കത്തിക്കുന്നത് മാമിയാട്ടോ. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചു കേട്ടോ. അടുപ്പിലല്ല, ഗ്യാസിൽ സോറി ഗൈസ്, നമ്മൾ ഗ്യാസിൽ വെച്ചു. നമ്മുടെ ബീഫ് കറി ഇപ്പം ഗ്യാസിൽ കയറിയിട്ടുണ്ട്. ഇതിന് മൊത്തം ഒരു 5 ഫിസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് ഇറക്കി വെക്കുന്നതായിരിക്കും. ബാക്കി നമുക്കിനി മസാലകളും കാര്യങ്ങളും നമുക്ക് വേറെ ചെയ്യാം. ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉരുളിയിൽ വേണം ഇതിൻ്റെ അരപ്പൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട മസാലകളും കാര്യങ്ങളും നമ്മൾ വീണ്ടും ചെയ്യണം കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഇതിൽ നമ്മൾ ഇനി ഇതിന് വേണ്ട മസാല ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 4 സവോള അരിഞ്ഞാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ നീളത്തിൽ. അതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ കേട്ടോ, തേങ്ങാക്കൊത്ത് നമ്മൾ എടുത്ത് അതിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്കിനി ഇതിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ബാക്കി പൊടികൾ നമുക്ക് മസാല പൊടികളും ചേർക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം.
നമ്മൾ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിലിട്ടിട്ടുണ്ടേ. ഇനി അത് വറുത്തെടുക്കാം. കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് കറിയാക്കി എടുക്കുന്നത് അച്ചാച്ചിയാണ് കേട്ടോ. അച്ചാച്ചിയാണ് ഇന്നിപ്പോൾ കുക്ക് ചെയ്യുന്നത്. കിടന്ന് നല്ല പോലെ അങ്ങോട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ച ഇതൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഈ തേങ്ങ കൊത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കറിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഈ തേങ്ങ നല്ല ടേസ്റ്റാണ് കറിയിൽ നമുക്കിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കിട്ടുമ്പോൾ. അതിലേക്ക് ആ മസാല ആ ബീഫിൻ്റെയൊക്കെ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത സവോളകൾ ഇട്ട് കൊടുക്കാം. കട്ടിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. തീരെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ. അപ്പം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി അത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി ഇതിൽ ചേർക്കാൻ. ഇനി നമുക്കിതിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ബീഫിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ബാക്കി ഈ മസാലയിലും കൂടെ വേണമല്ലോ. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നീരൊഴിക്കുകയാണേ. ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ കേട്ടോ. ഇതാവട്ടെ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടും അതിനെ നമുക്കൊന്ന് മൂടി പൊത്തി വെക്കാം കേട്ടോ. അതൊന്ന് ആവിയിലിരുന്നൊന്ന് വേവട്ടെ. കേട്ടോ നടന്നുകൊണ്ടിരിക്കുക. തക്കാളി വേഗം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മൂടി വെച്ചത് കൊണ്ട് പെട്ടെന്ന് ആ ആവിയിലത് ഞങ്ങൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ആയിക്കോട്ടെ. ഇവിടുത്തെ പൂച്ച കിടക്കുന്നതുണ്ടോ? താഴെ എവിടെയും കിടക്കാൻ സ്ഥലമില്ല. സൈക്കിളിൻ്റെ കൊട്ടയിലാണ് കിടക്കുന്നത്. നല്ല ഉറക്കം. എവിടെയും പോകണ്ടല്ലോ അല്ലേ. ഇതാ മുളക് പൊടി ഇടുന്നു. ആവശ്യത്തിന് മുളക് പൊടി ഇടുക കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഓപ്പൺ ചെയ്യാം. ആഹാ, സൂപ്പർ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട ആവി പറക്കുന്നുണ്ടോ? അതിൻ്റെ നമ്മൾ കുറച്ച് വെള്ളം മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രമാണ് ഒഴിച്ചത്. വെന്തിട്ട് വെള്ളമൊക്കെ കണ്ടോ, ഓയിലൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ പച്ചമുളകൊക്കെ വെന്ത് നല്ല ലൂസായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനിവിടെ ഇരിക്കട്ടെ. നമുക്ക് മസാലയുടെ ബാക്കി പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് ഇവനെ നമുക്ക് അതിലേക്ക് തട്ടാം. നമ്മുടെ ഈ ബീഫ് കുത്തനെ അങ്ങ് തട്ടിക്കൊടുക്കാം. കണ്ടോ ഗൈസ്, നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചത്? ലേശം വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. ആ ബീഫിൽ അത് വെന്ത് അതിൽ നിന്നുള്ള ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം പറ്റണം, നല്ല പോലെ പറ്റണം. ബീഫും കൂടെ തട്ടാം അതിലേക്ക്. ഓക്കെ ഗൈസ്, ഇനി അരപ്പിൽ കിടന്ന് ഇതങ്ങോട്ട് വേവണം. ഒന്നും കൂടെ പിടിച്ച് നമ്മുടെ അരപ്പും കൂടെ പിടിച്ച് എന്നിട്ട് നമുക്ക് ഇത്ര ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. നല്ല ഒന്ന് കുറുകൻ പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ.
അതിൻ്റെ അകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാച്ചി വെക്കുന്ന കണ്ടിട്ട് ഏട്ടനും വന്ന് കൂടത്തിന് നിൽപ്പുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെള്ളം നല്ലപോലെ പറ്റട്ടെ കേട്ടോ. ഇത് ഇളക്കി നല്ല യോജിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് നല്ലപോലെ ഒരുവിധം പറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിത് അടച്ച് വെച്ചാലോ. ഇവനെ അടച്ചു വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇവിടെ കുട്ടികളൊക്കെ ഓടി അടക്കാണ്. കാശി അതിൻ്റെ ഇടയ്ക്ക് ഓടി അടക്കുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ ഏട്ടനോട് വന്നിട്ട് എന്തൊക്കെയോ പറയുക അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കാം ഇനി എന്തായി എന്നുള്ളത്. നല്ല പോലെ തിളച്ച് നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കറി. എണ്ണയൊക്കെ തെളിഞ്ഞു. ബീഫൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇതിൽ ഗ്രേവി വറ്റിക്കണം കേട്ടോ. കേട്ടോ കുറച്ചും കൂടെ പറ്റണം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇപ്പം അച്ഛൻ മാറി ഇപ്പം ഏട്ടനാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇത്രയും വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഗ്രേവി വേണം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ്. ഇനി അധികം റോസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇത്തിരി അരപ്പ് വേണം. അരപ്പോട് കൂടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ.